അനൂപ്, ഇതിപ്പോൾ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായിട്ടാണ് ഈ കുടുംബങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. തെരച്ചിൽ നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഒപ്പം തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ആ മനുഷ്യർ അവരുടെ വീട് നിന്നിരുന്ന ആ പ്രദേശത്തു കൂടി നേരത്തെ പറഞ്ഞ അയൂബ് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബം അവരെല്ലാം ഏറ്റവും സങ്കടത്തോടെയാണ് അനൂപ് പോകുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഒരു ഭീകരത ജീവിച്ചിരിക്കുന്നവരെ അത് എങ്ങനെയാണ് ഇനി ബാധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ത്, അവരനുഭവിക്കുന്ന ഒരു ട്രോമ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് അതിലൂടെ. മാനു, അത് തന്നെയാണ് സാഹചര്യം. ഇപ്പോൾ ഇവിടേക്ക് എത്തിയത് അയൂബ്ക്കയാണ്. അയൂബ്ക്കയുടെ ഏട്ടൻ്റെ വീടിരിക്കുന്ന സ്ഥലമായിരുന്നു അവിടെ. അത് പൂർണ്ണമായും ഒലിച്ചുപോയി. ഒരു മകൻ രക്ഷപ്പെട്ടു, മറ്റൊരു മകനും ജ്യേഷ്ഠനും ഈ ദുരന്തത്തിൽ അകപ്പെട്ടു. ദുരന്തത്തിൽ അവരെ കാണാതായി. അവരിനിയും കണ്ടെത്തിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലേക്കാണ് അവർ ക്യാമ്പിൽ നിന്ന് ഇവിടേക്ക് എത്തിയത്. അവർ പോലീസുകാർക്കൊപ്പവും ഈ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടുള്ള സന്നദ്ധ പ്രവർത്തകർക്കുമാണ് ഇവിടേക്ക് എത്തിയത്. അവർ ഈ സ്ഥലം സംബന്ധിച്ചുള്ളൊരു കാര്യം അവർക്ക് പറഞ്ഞു നൽകുകയായിരുന്നു. ഇതിനിടെയാണ് വൈകാരികമായ നിമിഷം ഉണ്ടായത്. ഏത് സ്ഥലത്താണ് വീട് ഉണ്ടായിരുന്നത് എന്നതെല്ലാം സംബന്ധിച്ച് അവരാണ് ഇപ്പോൾ ഈ കുടുംബത്തിൽ നിന്നുള്ളവരാണിപ്പോൾ ഈ സ്ഥലത്തെത്തി ഈ സ്ഥലം എല്ലാം ഉദ്യോഗസ്ഥർ കാണിച്ചു കൊടുക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അയൂബ്ക്കൊപ്പമാണ് ജ്യേഷ്ഠ സഹോദരൻ്റെ പുത്രൻ ഇവിടേക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് എത്തിയത്. അപ്പോൾ ആ വീടും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളുമെല്ലാം അവർ വേദനയോടുകൂടി ഈ പ്രവർത്തകർക്ക്, ഈ തെരച്ചിൽ നടത്തുന്ന സംഘങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണിപ്പോൾ. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന മറ്റു വീടുകൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്നതിനെല്ലാം സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ അവർ ഈ തെരച്ചിലെത്തിയ സംഘങ്ങൾക്ക് കൈമാറുകയാണ്, അല്ലെങ്കിൽ ആ വിവരങ്ങൾ നൽകുകയാണ്. വളരെ വൈകാരികമായൊരു രംഗമാണ്. അവരുടെ ദേശത്തേക്ക് അവർ തിരിച്ചെത്തുക എന്നുള്ളത്. ആ ദേശം ഇന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഈ 3 വാർഡുകളിൽ 2 വാർഡ് പൂർണ്ണമായും നശിച്ചുപോയി, നാമാവശേഷമായി. 10-11 വാർഡുകളിലെ വീടുകളും മനുഷ്യരുമെല്ലാം ഈ ദുരന്തത്തിൽ അകപ്പെട്ട് അത് നശിച്ച ഒരു സാഹചര്യമാണുള്ളത്. ആ പ്രദേശത്തേക്കാണ്, ആ വീടുകളിലേക്കാണ് അവർ ഈ വിധത്തിൽ വേദനയോടുകൂടി മടങ്ങി വരുന്നത്. ഇവിടെ നിന്ന്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് തന്നെ ഏതാണ്ട് 10ഓളം പേരെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരെ കണ്ടെത്താനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിലൊന്നും തന്നെ അവരെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. അതാണ് ഒരു സാഹചര്യം. അതുപോലെ തന്നെ നിരവധിയായ മനുഷ്യരെ ഇനിയും ഈ ദുരന്തത്തിൽപ്പെട്ടവരെ ഇവിടെ നിന്ന് കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ കൂടിയാണ് ഈ തിരച്ചിൽ നടക്കുന്നത്. അത് ഇത്തരത്തിൽ ഈ പ്രദേശത്തെക്കുറിച്ച് അറിയുന്ന നാട്ടുകാരിൽ നിന്നും, ഈ ദുരന്തത്തിൽ ബാധിതരായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഇതിലേക്ക് പങ്കെടുക്കാൻ സജ്ജരായി വന്നവരിൽ നിന്നുമാണ് അത്തരം വിവരങ്ങളെല്ലാം പ്രാദേശികമായി ഈ രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്ന സംഘങ്ങൾ ഈ ഘട്ടത്തിൽ അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുന്നത്. അത്തരത്തിലൊരു ജനകീയ തെരച്ചിലിൻ്റെ രൂപമാണ് ഇന്ന് മനു ഈ മേഖലയിൽ നടക്കുന്നത്. അത് പുഞ്ചിരിമറ്റം മുതൽ താഴെ ചൂരൽമലയുടെ പുഴയോരത്തും എല്ലാം ആ വിധത്തിലുള്ള തെരച്ചിൽ നടക്കുന്നു. ഇന്ന് പൂർണ്ണമായ സമയവും ആ വിധത്തിലുള്ള തെരച്ചിൽ നടത്താൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. അല്പസമയം മുൻപ് മന്ത്രി A.K. ശശീന്ദ്രൻ വളരെ വൈകാരികമായി പ്രതികരിച്ചത് ഈ മേഖലയുടെ പുനരധിവാസം സംബന്ധിച്ച് തന്നെയാണ്. അതാണ് ഇനി ഏറ്റവും മുന്നിലുള്ള ഒരു വലിയ ഉത്തരവാദിത്വം. അത് സാധാരണഗതിയിൽ ഒരു മാറ്റി പാർപ്പിക്കുന്നത് കൊണ്ടോ മറ്റോ പൂർത്തിയാവില്ല. അതിന് ഏറ്റവും സുസജ്ജമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെ അതിനാവശ്യമാണ്. അവരുടെ പുനരധിവാസം എന്ന് പറയുമ്പോൾ അവരുടെ ദേശമെല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് അതെല്ലാം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് വലിയ ഉത്തരവാദിത്വം. അപ്പോൾ അവരുടെ ഉപജീവന മാർഗം ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ആ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും സഹായങ്ങളും ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതാണ്ട് അതുതന്നെയാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി ഇനി പൂർത്തീകരിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഈ നിർദ്ദേശങ്ങൾ നമ്മൾ സംസ്ഥാനം സമർപ്പിക്കുകയും ചെയ്തു. അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയോട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളായി അത് മുന്നോട്ട് വെച്ചു. ഏതായാലും ആ പുനരധിവാസ പദ്ധതിയാണ് ഇനി മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും പുഞ്ചിരിമറ്റത്തെയും എല്ലാം നിരവധിയായ മനുഷ്യർ കാത്തിരിക്കുന്നത്. എല്ലാ നഷ്ടമായ വേദനകൾക്കിടയിലും ഇനി എന്ത് എന്നൊരു തീർച്ചയായും അത് തന്നെയാണ് ആ ചോദ്യമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി എന്ത്
അവരുടെ മുൻപിൽ ഇനിയുള്ള മാർഗങ്ങൾ എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ സുരക്ഷിതമാക്കുക, അവർക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുക, അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പുനരധിവാസമടക്കമുള്ള വിശാലമായ പദ്ധതികളിലേക്ക് സംസ്ഥാനം കടക്കാൻ വേണ്ടി പോവുകയാണ്. അനൂപാണ് വിവരങ്ങൾ അവിടെ നിന്ന് നൽകിയത്.